കേരളത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് ആവശ്യമായ കൃഷിഭൂമി ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമിയും അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമിയും കാണാൻ കഴിയും. വിവിധ കാരണങ്ങളാൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ബോട്ടിംഗ് ലാൻഡുകൾ പല പ്രദേശത്തുമുണ്ട്. അതുകൊണ്ട് കൃഷി വ്യാപനത്തിനായി ഇത്തരം ഭൂമി കണ്ടെത്തി കൃഷി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കാം. സർ, അതിനൊരു നീക്കം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നവോത്ഥാൻ എന്ന് പറയുന്നൊരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ എക്കണോമിക് സർവേക്കകത്ത് ഏറ്റവും നല്ലൊരു പരിപാടിയായി അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ നവോത്ഥാൻ എന്നുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ പക്കലുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ളതും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുമായ ഭൂമി കണ്ടെത്തി കർഷകനും ഭൂ ഉടമയുമായി 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ധാരണയിലെത്തി പരസ്പര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല കൃഷിക്കായി കർഷകന് നൽകുന്ന രീതിയാണ് ഈ നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. 4700 ഏക്കർ ഭൂമി ഇതിനകത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് അത് നൽകി അത് കൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഒരു 11 മാസക്കാലയളവിൽ വിളവെടുപ്പ് നടത്താവുന്ന ഹ്രസ്വകാല വിളകൾക്ക് വേണ്ടി പ്രാധാന്യം നൽകി കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകരുടെ ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീകൾക്കടക്കമുള്ള സംവിധാനങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റേഴ്സ് കാർഡ് കൊണ്ടുവരണം എന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഈ നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി ആ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി അത് കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്കും കൃഷിക്കാർക്ക് സഹായകമാകുന്ന തരത്തിലേക്കും പുതിയ ആളുകൾക്ക് എത്തുന്ന തരത്തിലേക്കും ഒരു സംവിധാനത്തെ സർക്കാർ ഒരുക്കുന്നതായിരിക്കും.